ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ വചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ഭക്തൻ്റെ പ്രത്യാശ എന്നുള്ളത് അനന്തനിത്യതയിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ വാഴുക എന്നുള്ളതാണ്. എന്നാൽ അവൻ്റെ നിത്യതയിൽ നാം എത്തിച്ചേരണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഈ ഭൂലോകവാസത്തിൽ അവൻ മാനസാന്തരപ്പെട്ടവനായും വീണ്ടും ജനിച്ചവനായും ദൈവത്തിൻ്റെ നീതീകരണം പ്രാപിച്ചവനായും ഈ ഭൂമിയിൽ തൻ്റെ ജീവിതകാലം കഴിച്ചുകൂട്ടിയാൽ മാത്രമേ ആ സൗഭാഗ്യ തീരത്ത് കർത്താവിനോട് കൂടെ നമുക്ക് വാഴുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരുവചനത്തിലേക്ക് കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവജനത്തോടുള്ള ഒരു മുന്നറിയിപ്പാണ് കർത്താവായ യേശു ക്രിസ്തു ഇതിലൂടെ നൽകുന്നത്. ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ കടക്കണമെങ്കിൽ അവൻ്റെ നീതി എപ്രകാരമായി തീരണമെന്നാണ് കർത്താവ് ഇതിലൂടെ വിവക്ഷിക്കുന്നത്. ഗിരിപ്രഭാഷണ മധ്യേയാണ് കർത്താവ് ഈ വചനങ്ങൾ നമ്മളോട് പറയുന്നത്. ദൈവനീതി പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരുവന് ദൈവരാജ്യത്തിൽ കടക്കുവാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലും ക്രൈസ്തവ ഗോളത്തിൽ അനേകം അച്ചടക്കമുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന അനേകം ക്രൈസ്തവരെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഒട്ടുമിക്ക ക്രൈസ്തവരും നല്ല ആരാധനാ സമ്പ്രദായങ്ങളിലൂടെയും നല്ല ജീവിത നിഷ്ഠകളിലൂടെയും ഒരുപക്ഷെ നല്ല പ്രാർത്ഥനാ രീതികളിലൂടെയും സമൂഹത്തിൽ പരസ്പരം ഇടപെടുമ്പോൾ ഏറ്റവും താഴ്മയായും വിനയത്തോടും കൂടിയും എല്ലാമാണ് ഈ ലോകത്ത് ജീവിച്ചു പോരുന്നത്, സഹവർത്തിച്ചു പോരുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ സൗമ്യതയാർന്ന ജീവിതം മാനസാന്തരപ്പെട്ട ജീവിതമായി മാറുമോ? ഒരു ആത്മീയമായ മാനസാന്തരവും ഭൗതിക ജീവിതത്തിലെ ഏറ്റവും പുഷ്ടിയുള്ളതും നല്ലതുമായ ജീവിതവും തമ്മിൽ എത്ര അന്തരമുണ്ടായിരിക്കും? നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലും അനേകം നല്ലവരായ അക്രൈസ്തവർ ജീവിക്കുന്ന സമൂഹമാണ്. വളരെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളുമെല്ലാം ഇടപെടുകയും അവർ വളരെ അച്ചടക്കത്തോടു കൂടിയ ജീവിതം നയിക്കുന്ന അക്രൈസ്തവരെ നാം കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ അവരുടെ തന്നെ മനസ്സാക്ഷിയുടെ ന്യായപ്രമാണം അനുസരിച്ചാണ് നിത്യതയിൽ അവരെ നീതിയുള്ളവരെന്നും അനീതിയുള്ളവരെന്നും രണ്ടായി തിരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ ന്യായം വിധിക്കുന്നത് സുവിശേഷമാണ്. കാരണം ഒരു ക്രൈസ്തവൻ സുവിശേഷത്തിന് വിധേയപ്പെടേണ്ടവനാണ്. ഒരു ക്രൈസ്തവൻ സുവിശേഷത്തിന് കീഴടങ്ങേണ്ടവനാണ്. അവൻ മാമോദീസായിലെടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അവൻ മാമോദീസായുടെ മുദ്രയേൽക്കുമ്പോൾ പിശാചിനെ ഒഴിവാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് കീഴടങ്ങി വരുന്നവനാണ്. അതുകൊണ്ട് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ന്യായവിധി എന്നുള്ളത് അവൻ സുവിശേഷമാണ് അവനെ ന്യായം വിധിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഈ ലോകത്ത് അപ്രകാരം ദൈവവചനത്തിനെ കീഴ്പ്പെടാതെ ദൈവവചനത്തെ പുറകോട്ട് എറിഞ്ഞുകളയുകയും ദൈവവചനത്തിന് പ്രാമുഖ്യം കൊടുക്കാതിരിക്കുകയും ദൈവവചനത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അനേകം ക്രൈസ്തവ ജീവിതം അനുഷ്ഠിക്കുന്നവരെ നമുക്ക് അറിയാവുന്നതാണ്. അവർക്ക് ഒരുപക്ഷെ ദൈവവചനമെന്നുള്ളത് ഒരു സെക്കൻഡറി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പ്രൈമറി ആയിട്ട് അവർ ആരാധനകളിലെല്ലാം സംബന്ധിക്കുമെങ്കിലും ദൈവവചനത്തെ അവർ സബ്സിഡൈസ് ചെയ്ത് കളയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഒരു ക്രൈസ്തവന് പ്രാധാന്യം അർഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെയോ ഈ ദൈവത്തിൻ്റെ വചനം മുഴങ്ങുന്ന രംഗത്തേക്ക് ചേർന്ന് നിൽക്കാതെയോ ഈ ദൈവത്തിൻ്റെ വചനം മുഴങ്ങുന്ന രംഗത്തോട് പുച്ഛ മനോഭാവത്തോടെയോ ജീവിക്കുന്ന ക്രൈസ്തവർ
ഒരുപക്ഷെ അവർ ഈ ഭൂമിയിലെ സൗമ്യ മനസ്കരായി ജീവിച്ചിരുന്നാലും അവർ ഒരുപക്ഷെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലമല്ല കായ്ക്കുന്നതെന്ന് നമുക്ക് നിശ്ചയമായും പറയുവാൻ കഴിയും. ഈ ഭൂമിയിലെ അച്ചടക്കമുള്ള ഒരു ജീവിതം അല്ല ആത്മീയമായി ചിന്തിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നാം കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വേദഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച ഒരു ധനവാന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് അവൻ ആഡംബര പ്രതാപ ശൈലിയിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അവന് 5 സഹോദരങ്ങളുള്ളതായിട്ട് നാം മനസ്സിലാക്കുന്നു. അവർ ആ കാലഘട്ടത്തിലും അവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അവനെ നീതീകരിച്ച് തന്നെയാണ് കഴിഞ്ഞുകൂടിയത്. അതുപോലെ തന്നെ അവൻ്റെ മരണാനന്തരം അവൻ മരിച്ച് മാറ്റപ്പെട്ടതിന് ശേഷവും ആ സഹോദരങ്ങൾ ആ ധനവാൻ എന്ന ജ്യേഷ്ഠനെ നീതീകരിച്ച് തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. നമുക്കറിയാം, നല്ലൊരു ശവസംസ്കാരം അദ്ദേഹത്തിന് കിട്ടിയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ആ നാടുകളിലെ ആളുകളെല്ലാം വളരെ നീതിമാനായ ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ധനവാനെ കണ്ടിരുന്നത്. സഹോദരങ്ങളെ, അവൻ പറയത്തക്ക ഏതെങ്കിലും രീതിയിലുള്ള പാപം ചെയ്തതായിട്ട് തിരുവചനത്തിലെ ഒരു സ്ഥലത്ത് പോലും എഴുതി വച്ചിട്ടില്ല. ഒരുപക്ഷെ അവൻ ഒരു നീതീകരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, സമൂഹത്തിൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മരണശേഷം സഹോദരങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും മരണത്തിന് ശേഷവും അവനെ നീതീകരിച്ച് കഴിയുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് ഈ കാലികമായ ലോകത്ത്, ഈ ക്രൈസ്തവ ഗോളത്തിൽ അനേകരും പരസ്പരം നീതീകരിച്ച് കഴിയുകയാണ്. അതിനെ ലോകനീതി എന്നാണ് പറയുന്നത്. മനുഷ്യൻ പരസ്പരം ബഹുമാനം ഇച്ഛിക്കുന്നു, പരസ്പരം നീതീകരിക്കുന്നു. ഒരു ആലയത്തിലെ എല്ലാവരും പരസ്പരം തമ്മിൽ ബഹുമാനം കൊടുക്കുകയും തമ്മിൽ നീതീകരണം നടത്തുകയും ചെയ്യുന്നു. ഒരു കൂട്ടായ്മയിലായാലും പരസ്പരം മനുഷ്യനെ നീതീകരിക്കുന്നു. അങ്ങനെ മനുഷ്യന് കിട്ടുന്ന ആ നീതീകരണം കൊണ്ട്, ഈ ലോകത്ത് മനുഷ്യന് കിട്ടുന്ന നീതീകരണം കൊണ്ട് അവൻ സ്വർഗരാജ്യത്തിൻ്റെ നീതി അന്വേഷിക്കുന്നില്ല. അവൻ ഇവിടുത്തെ നീതി സമ്പാദിച്ച് നല്ല രീതിയിലുള്ള ജീവിതത്തിന് മുമ്പിൽ അവൻ അടിയറവ് പറയുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവന് സ്വർഗരാജ്യത്തിൽ കിട്ടേണ്ട ആ പ്രതിഫലം ഈ ഭൂമിയിൽ തന്നെ അവൻ വാങ്ങിക്കുകയാണ്. ഈ ഭൂമിയിൽ മറ്റുള്ളവർ അവനെ നീതീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും മറ്റുള്ളവരുടെ നീതീകരണ വാക്കുകളിൽ അവൻ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ട് സ്വർഗത്തിൻ്റെ പ്രതിഫലം അവന് കിട്ടുന്നില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ പ്രതിഫലം ഈ ഭൂമിയിൽ തന്നെ കിട്ടിപ്പോയി എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അതുകൊണ്ട് മനുഷ്യൻ്റെ നീതി ഈ ലോകത്തിൻ്റെ നീതി തന്നെയാണ്, ദൈവരാജ്യത്തിൻ്റെ നീതിയാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് കൂടുതലായി മനസ്സിലാക്കുവാനായി ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വേദഭാഗങ്ങളിൽ അവിടെ ഒരു പ്രമാണിയായ യുവാവ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവൻ ന്യായപ്രമാണത്തിലെ സകല കാര്യങ്ങളെയും അച്ചിട്ടവണ്ണം അനുസരിക്കുകയും അനുവർത്തിക്കുകയും ചെയ്തു പോരുന്നവനാണ്. അവൻ കർത്താവായ യേശുക്രിസ്തുവിനെ സമീപിച്ചപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്രകാരമായിരിക്കുമെന്ന് തന്നെ അവൻ ഗണിക്കുകയാണ്. സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ഇതെല്ലാം ധാരാളമല്ലേ എന്നാണ് അവൻ്റെ ചോദ്യത്തിൻ്റെ അന്തസത്ത. അവൻ ഉത്തരം വളരെ നല്ല രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. കർത്താവ് പറയും, മകനെ, ഇതൊക്കെ തന്നെ ധാരാളമെന്ന് പറയുമെന്ന് വിചാരിച്ചാണ്, പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി തന്നെയാണ് അവൻ കർത്താവിനോട് ചോദിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞു, മകനെ, ഇതൊന്നും പോരാ എന്ന്, നിൻ്റെ ജീവിതത്തിൽ ഇതൊന്നും പോരാ എന്ന്. നീ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ നിക്ഷേപപാത്രങ്ങളിലാണ്. നീ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ നിക്ഷേപപാത്രങ്ങളിലാണ്. എന്നാൽ അത് സ്വർഗീയമായ നിക്ഷേപപാത്രങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. നീ എന്തെല്ലാം ഈ ഭൂമിയിലെ നിക്ഷേപപാത്രങ്ങളിൽ നിക്ഷേപിച്ചാലും അതൊന്നും സ്വർഗരാജ്യത്തിൻ്റെ നിക്ഷേപപാത്രങ്ങളിലേക്ക് ആരും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് മകനെ, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. നീ ഉള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അത് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം. നിക്ഷേപിച്ചു എന്നുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. നീ വന്ന് പിന്നെ എന്നെ അനുഗമിക്കണമെന്ന്. ആ വാക്ക് കേട്ടവൻ തിരികെ പോവുകയാണ് ഉണ്ടായത്. സഹോദരങ്ങളെ, അനേകർ ഇന്ന് അനേകം ഈ ലോകത്ത് നിക്ഷേപപാത്രങ്ങളിൽ നിക്ഷേപിച്ച് സ്വയം നീതീകരണത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അതൊന്നും സഹോദരങ്ങളെ സ്വർഗീയ പങ്കിന് ഓഹരിക്കാരായി വരുന്നില്ല.
ദൈവനീതിക്ക് ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ ഒരു പ്രശ്നമേ വരുന്നില്ല. പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക എന്നാണ് പറഞ്ഞത്. നമ്മൾ ആര് കർത്താവിനെ അനുഗമിക്കൂ എന്നുള്ളതാണ് ചോദ്യം. ഈ സമൂഹത്തിലെ ക്രൈസ്തവർ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആര് നിക്ഷേപപാത്രങ്ങളിൽ നിക്ഷേപിച്ചു എന്നുള്ളതല്ല ചോദ്യം. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മിൽ ആര് കർത്താവിനെ പിന്തുടരുന്നു. യേശുവിനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നാം കൈക്കൊള്ളുക എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ഛായ പ്രാപിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. അവൻ്റെ വചനത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ്. അവിടെയാണ് ദൈവനീതി വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യം ഈ യുവാവുമായി കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ പത്രോസ് ചാടിപ്പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പത്രോസ് ചാടിപ്പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമുക്ക് അപ്രകാരം സകലതും വിട്ട് ഈ ലോകത്തിലെ സകലതും മണ്ണാങ്കട്ടയെന്ന് എണ്ണിക്കൊണ്ട് ഈ ലോക ജീവിതത്തിൽ നിന്ന് കർത്താവിനോട് കൂടെ ചേർന്നുകൊണ്ടുള്ള നിത്യ സൗഭാഗ്യത്തിൻ്റെ ജീവിതം നാം കാക്ഷിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എന്നാൽ എന്തായിരുന്നു ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലാണ് കർത്താവ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി പറയുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും അവർ ഘനമുള്ള ചുമടുകളെ എടുത്ത് മറ്റുള്ളവൻ്റെ തോളിൽ വെച്ചു കൊടുക്കുന്നു. എന്നാൽ അവർ കൈകൊണ്ട് തൊടുക പോലും ചെയ്യുന്നില്ല. അവരെന്താണ് ചെയ്യുന്നത്? അവർ മന്ത്രപ്പെട്ട വീതിയാക്കിക്കൊണ്ട് തൊങ്ങൽ വലുതാക്കി അവർ തെരുക്കളിലേക്ക് കടക്കുകയാണ്, അങ്ങാടിയിലേക്ക് കടക്കുകയാണ്. അങ്ങാടിയിലെ വന്ദനവും പള്ളിയിലെ മുഖ്യാസനവുമാണ് അവർക്ക് പ്രധാനം. സഭകളിലെ മുഖ്യാസനമാണ് അവർക്ക് പ്രധാനം. സഹോദരങ്ങളെ, അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു കപടഭക്തിക്കാരെ എന്ന് വിളിച്ചു. അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. ചിലപ്പോൾ കർത്താവ് കുരുടന്മാരെ എന്ന് വിളിച്ചു. അവരുടെ ഈ ലോകത്തിൻ്റെ നീതീകരണം കണ്ടിട്ടാണ് കർത്താവ് അപ്രകാരം അവരെ വിളിച്ചത്. മാനുഷ്യ പാപങ്ങളിൽ ഏറ്റവും വലുത് സ്വയനീതീകരണമാണ്. ഒരുത്തൻ സ്വയം നീതീകരിക്കപ്പെട്ടവനായി നിൽക്കുക എന്നുള്ളതാണ് മാനുഷ്യപാപങ്ങളിലെ ഏറ്റവും ബൃഹത്തായ ഒരു പാപം. അത് ഒരു പൈശാചിക തന്ത്രമാണ്. പിശാച് അവനെ സ്വയനീതീകരണത്തിലേക്ക് നയിക്കുന്നതാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ട് മനുഷ്യൻ വലയുകയാണ്. കാരണം പിശാചിനറിയാം മനുഷ്യൻ എപ്പോഴും പാപത്തിലേക്കൊരു ഇൻക്ലിനേഷൻ അഥവാ ചായ്വുള്ള വ്യക്തിയാണെന്നറിയാം. പിശാചിനറിയാം ആ കാര്യം. രണ്ടാമത് പിശാചിനറിയാം മനുഷ്യൻ പാപം ചെയ്താൽ അത് മൂടി വയ്ക്കുമെന്നറിയാം. ഒരിക്കലും പുറത്ത് ഒരു സ്ഥലത്ത് പോലും പ്രദർശിപ്പിക്കുകയില്ല, ആരോടും ഏറ്റുപറയുകയില്ല. മനുഷ്യൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് പിശാചിന് നന്നായിട്ടറിയാം. മൂന്നാമത് പിശാചിനറിയാം ആ മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് അവനൊരു സ്വയനീതീകരണം കണ്ടെത്തും, ഒരു സ്വയമായിട്ടുള്ളൊരു ന്യായം അവന് കണ്ടെത്തുമെന്ന് അതും പിശാചിനറിയാം. അതുകൊണ്ട് മനുഷ്യനെ ഈ നീതീകരണത്തിൽ, സ്വയം നീതീകരണത്തിൽ പിശാച് കുടുക്കിയിടുകയാണ്. സ്വയനീതീകരണം. അവിടെ പരീശനും ചുങ്കക്കാരനും അൾത്താരയ്ക്ക് മുമ്പിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോഴും ഇത് തന്നെയാണ് പരീശന് സംഭവിച്ചത്. പരീശൻ അൾത്താരയിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, കർത്താവേ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. നേടുന്നതിലൊക്കെയും പതാരം കൊടുത്ത് ജീവിക്കുന്ന ന്യായപ്രമാണത്തെ അച്ചടക്കത്തോടുകൂടി അനുഭാവനം ചെയ്യുന്ന ഞാനൊരു നീതീകരിക്കപ്പെട്ടവനാണ് എന്നാണ് അവൻ പറയുന്നത്. സഹോദരങ്ങളെ, എന്നാൽ ചുങ്കക്കാരൻ മാറത്തടിച്ച് കർത്താവെ, നിൻ്റെ സന്നിധിയിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല, കർത്താവെ, നിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുകയാണ്. സഹോദരങ്ങളെ, അവൻ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയി. നാം പാപത്തെ ഏറ്റുപറയണം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. സഹോദരങ്ങളെ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. നമ്മുടെ ലംഘനങ്ങളെ നാം ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് പാപത്തെ ക്ഷമിക്കും. ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുമെന്ന് പറഞ്ഞതേയുള്ളൂ, തൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞതേയുള്ളൂ. അപ്പോൾ തന്നെ പാപത്തിൻ്റെ കുറ്റം കർത്താവോടെ ക്ഷമിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ പാപത്തെ ഓർത്ത് നാം പാപം ഏറ്റുപറയണം. ഇവിടെ എന്തായിരുന്നു പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയുടെ പ്രത്യേകത? അവർ നീതീകരണത്തിനായിട്ട് പൂർവന്മാരുടെ സമ്പ്രദായത്തെ അനുവർത്തിച്ചു കൊണ്ടിരുന്നു. പൂർവന്മാരുടെ സമ്പ്രദായം, ലെഗസി എന്നാണ് പറയുന്നത്, പാരമ്പര്യവാദം എന്നെല്ലാം അതിന് പറയും. ഇവിടെ ഈ കേരളത്തിലെ ക്രൈസ്തവ ഗോളത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം മുതൽ നിലനിന്നിരുന്ന ഒരു
ഒരു പാരമ്പര്യവാദമുണ്ടായിരുന്നു. ആ കാലങ്ങളിലൊക്കെയും നന്നേ ചെറുപ്പത്തിൽ തന്നെ ക്രൈസ്തവ ഭവനങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ നന്നേ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച് ഭർതൃഗൃഹങ്ങളിലേക്ക് അയക്കും. തുടർന്ന് മാതാപിതാക്കളെല്ലാം മരണപ്പെട്ടതിന് ശേഷം ആ ഭവനത്തിലുള്ള ആൺതരികളെല്ലാവരും ചേർന്ന് വലിയ ബൃഹത്തായ തങ്ങളുടെ സ്വത്തുക്കളെല്ലാം വീതം വയ്ക്കും. എത്ര ദാരിദ്ര്യത്തിൽ പെൺകുട്ടികൾ ഇരുന്നാലും അവർക്കൊന്നും യാതൊന്നും കൊടുക്കാതെ ഒരു പാരമ്പര്യ മനോഭാവത്തോടു കൂടി ജീവിച്ച ക്രൈസ്തവ ഗോളം. ഇതാണ് പൂർവന്മാരുടെ സമ്പ്രദായം എന്ന് പറയുന്നത് സഹോദരങ്ങളെ. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് പൂർവന്മാരുടെ സമ്പ്രദായം 1986 കാലഘട്ടത്തോടു കൂടി അത് ഇല്ലാതെയായി. ഇപ്രകാരമുള്ള പൂർവന്മാരുടെ സമ്പ്രദായത്താൽ ഈ പരീശന്മാരും ശാസ്ത്രിമാരും തങ്ങളുടെ നീതിയെ കൊണ്ടു നടക്കുകയാണ്. അവർ ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കാതെ പൂർവന്മാരുടെ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതത്തിനുമായി പോവുകയാണ്. അത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഈ പൂർവന്മാരുടെ സമ്പ്രദായത്തിലൂടെ അവർ നീതീകരണം തേടുന്നതിനെക്കുറിച്ച് ഒരു ഭാഗമുണ്ട്. അവർ നീതി അന്വേഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ നീതി അവർക്ക് പ്രശ്നമല്ല. ദൈവനീതി അന്വേഷിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇസ്രായേൽ ദൈവനീതി അന്വേഷിക്കാതെ വന്നപ്പോൾ അവർ ഇടച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി വീണു. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 30, 31, 32 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേലോ സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ടും പൂർവന്മാരുടെ നീതി അന്വേഷിച്ചുകൊണ്ടും നടന്നു. എന്നാൽ വിശ്വാസത്തിൻ്റെ നീതി, ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ നീതി അവർക്ക് അന്യമായതിനാൽ അവർ ഇടച്ചക്കല്ലിൽ മേൽ തട്ടി ഇടറി വീണു. സഹോദരങ്ങളെ, നമുക്ക് വായിക്കാം റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 3-ാം വാക്യം. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് അവർ കീഴ്പ്പെടുന്നില്ല. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. എന്താണ് അവരുടെ നീതി? അവർ തുളസിയിലും ജീരകത്തിലും ചതുകുപ്പയിലും പതാരം കൊടുക്കും. എന്നാൽ ന്യായപ്രമാണത്തിലെ ഘനമേറിയവ അവർ ത്യജിച്ചു കളയുന്നു. ന്യായം, കരുണ, വിശ്വാസം മുതലായവ ഘനമേറിയ അവർ ത്യജിച്ചു കളയുകയാണ്. അവർ സ്വന്തം നീതി അന്വേഷിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നീതി പ്രവർത്തനങ്ങൾ ഒരിക്കലും ദൈവരാജ്യത്തിലേക്ക് മുതൽക്കൂട്ടല്ല. നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിലാണ്, ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഈ ലോകത്തിൻ്റെ ന്യായപ്രമാണം കൊണ്ടോ ഈ ലോകത്തിൻ്റെ നീതി കൊണ്ടോ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ നീതീകരണം കിട്ടുന്നത്? ദൈവം എങ്ങനെയാണ് ഈ നീതീകരണം കൊടുക്കുന്നത്? പാപിയായി നമുക്ക് പാപം ചെയ്ത് പരിശീലിച്ചിരിക്കുന്ന, പാപം മാത്രം ചെയ്ത് ജീവിക്കുന്ന ഈ ലോകത്തിലെ മനുഷ്യന് എങ്ങനെയാണ് സഹോദരങ്ങളെ ദൈവം നീതീകരണം കൊടുക്കുന്നത്? അത് സൗജന്യദാനമാണ്. അത് സൗജന്യമായ കരുണയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയാണത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അലിവാണ്. അതിന് കൃപ എന്നാണ് പറയുന്നത്. കൃപ മാത്രമാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിലാണ്, അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യദാനമാകുന്ന കൃപ, ആ കൃപയാലാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നീതീകരണം കിട്ടുന്നത്. എന്നാൽ രണ്ടാമതെങ്ങനെയാണ്? വിശ്വാസത്താലാണ് നീതീകരണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരണം ലഭിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസമാണ്. അബ്രാഹാമിന് ആ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അബ്രാഹാം നീതീകരിക്കപ്പെട്ടവനായിരുന്നത്.
അന്ന് അബ്രാഹാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു. നീ ബഹുജാതികളുടെ പിതാവായി മാറുമെന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമുണ്ടായിരുന്നു. ആ വചനത്തിൽ അവൻ വിശ്വസിച്ചതുകൊണ്ടാണ് അവൻ മോറിയാമലയിൽ തൻ്റെ പുത്രനെ യാഗം കഴിക്കുവാൻ യാതൊരു മടിയുമില്ലാതെ വന്നത്. ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്നാണ്. അന്ന് ഏദൻ പർദീസായിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഹാബേലിൻ്റെ വിശ്വാസവും അതുതന്നെയായിരുന്നു. അന്ന് ഒരു നാൾ ഏദൻ പർദീസായിൽ നിന്ന് പുറത്തു പോയതെൻ്റെ മാതാപിതാക്കൾ, എന്നാൽ ഒരിക്കൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കുന്ന ഒരു നാളുണ്ടാകും. അതിൽ ഹാബേൽ വിശ്വസിച്ചു. ഹാബേലിൻ്റെ ആ വിശ്വാസത്താൽ അവൻ ആരാധന കഴിച്ചപ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായി തോന്നി. അവിടെയാണ് ദൈവത്തിൻ്റെ നീതിയിരിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. റാഹാബ് എന്ന വേശ്യ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഒറ്റുകാരെ അവൾ സമാധാനത്തോടെ കൈക്കൊണ്ടു. എന്താണ് അവളുടെ വിശ്വാസം? ഈ ഒറ്റുകാർ വന്നിരിക്കുന്നത് ദൈവ ജനത്തിൻ്റെ പ്രതിനിധികളായിട്ടാണെന്ന് അവൾ വിശ്വസിക്കുകയാണുണ്ടായത്. അവളുടെ രാജ്യത്തിന് ചുറ്റും കൂടിയിരിക്കുന്ന, അവളുടെ പട്ടണത്തെ വലയം ചെയ്തിരിക്കുന്ന ഈ ജനസമൂഹം അത് ദൈവ വിശ്വാസികളാണ്, അത് ദൈവത്തിൻ്റെ ജനമാണെന്നുള്ള ഉറച്ച വിശ്വാസമാണ് റാഹാബിനെ ഒരു നീതീകരണത്തിലേക്ക് നയിച്ചത്. ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് റാഹാബിന് നീതീകരണം കൊടുത്തത്. ഒന്ന് കൃപയാലുള്ള നീതീകരണം, രണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം. മൂന്നാമത് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഒരു മനുഷ്യനെ നീതീകരിക്കുമെന്ന്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, ഈ ഭൂമിയിൽ ചൊരിഞ്ഞ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, അത് നീതീകരിക്കുന്ന രക്തമാണ്. നാലാമതായി എന്താണ്? റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നീതീകരിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പുനരുത്ഥാനം സഹോദരങ്ങളെ, അവൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. സാത്താൻ്റെ തലയെ തകർത്ത് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, 3-ാം നാൾ അവൻ പുനരുത്ഥാനം ചെയ്തു. ഈ ലോകത്തിലെ ഒരു ദൈവങ്ങൾ പോലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഈ ഒരു ദൈവങ്ങൾ പോലും മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റില്ല. ജീവനുള്ള യേശുക്രിസ്തു അവൻ പിശാചിൻ്റെ തലയെ ക്രൂശിൽ തകർത്തു. അവിടെ ജയോത്സവം കൊണ്ടാടിയെങ്കിലും അതിൻ്റെ ഡിക്ലറേഷൻ, അതിൻ്റെ പ്രഖ്യാപനം വന്നത് സഹോദരങ്ങളെ 3-ാം നാളിലുള്ള അവൻ്റെ ഉയർപ്പോടുകൂടിയാണ്. ആ പുനരുത്ഥാനത്താൽ സഹോദരങ്ങളെ, ആ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടും. ഒന്ന് കൃപയാൽ നീതീകരിക്കപ്പെടും, രണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും, മൂന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടും, നാല് അവൻ്റെ പുനരുത്ഥാനത്താൽ നീതീകരിക്കപ്പെടും. ഒരു മനുഷ്യന് ദൈവരാജ്യത്തിലേക്കുള്ള പദവിക്ക്, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ഈ നീതീകരണം അത്യാവശ്യമാണ് സഹോദരങ്ങളെ. എന്നാൽ ഈ വേളയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ദൈവം എന്തിനു വേണ്ടിയാണ് ഈ നീതീകരണം ഒരുക്കിയിരിക്കുന്നത്? ദൈവം എന്തിനു വേണ്ടിയാണ് നീതീകരണം എന്ന പ്രക്രിയ ഈ ഭൂമിയിൽ കൊടുത്തിരിക്കുന്നത്? ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? അത് ദൈവഹിതത്തിൻ്റെ മർമ്മം വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ദൈവഹിതത്തിൻ്റെ ഒരു മർമ്മമുണ്ട്. കാലസമ്പൂർണതയിൽ ദൈവം വച്ചിരിക്കുന്ന ഒരു മർമ്മമാണത്. അതേതെന്നറിയാൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ദൈവത്തിന് സ്തോത്രം. സ്വർഗഘടികാരത്തിൻ്റെ കാലസമ്പൂർണതയിൽ ഒരു വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ളതിലും സ്വർഗത്തിലുള്ളതുമായ എല്ലാത്തിനെയും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നാക്കുക എന്നുള്ള കാലസമ്പൂർണതയിലൊരു മർമ്മം. അതിനുവേണ്ടിയാണ് ഈ നീതീകരണം വച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാലസമ്പൂർണതയിൽ നമ്മെ നീതീകരിക്കുന്നവനായി വരും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരാശിയുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ഒന്നും ഓർക്കാതെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ്റെ രക്തത്താൽ ഒരു നീതീകരണം തരും. എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? നമ്മെയും സ്വർഗത്തിലുള്ളതിനെയും എല്ലാം യേശു ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റുവാൻ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇനിയും നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.